2025 കേന്ദ്ര ബഡ്ജറ്റിന് മുമ്പായി ET ടോക്സിലേക്ക് സ്വാഗതം. സാമ്പത്തിക സർവേ ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.3 to 6.7% സർവേ പറയുന്നത്. 2047 വികസിത രാഷ്ട്രമെന്ന ഇന്ത്യയുടെ സ്വപ്നം കൈവരിക്കണമെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദശാംശത്തിലേക്ക് 8% വളർച്ചയെങ്കിലും കൈവരിക്കണമെന്ന് ധനമന്ത്രി പറയുകയുണ്ടായി. വരുന്ന ബഡ്ജറ്റ് ഇത് ഒരു ഗെയിം ചേഞ്ചറായി മാറുമോ എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രമാണിച്ച് നാളെ ഓഹരി വിപണി പ്രത്യേക സെഷൻ നടക്കുന്നു എന്നതും വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ സാധാരണക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് പിന്നീട് സംസാരിക്കുക. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്ത് പോസിറ്റീവിലാണ്. തുടർച്ച 4ാമത്തെ ദിവസമാണ് നിഫ്റ്റി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ നേട്ടത്തോടെ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇത് ജനുവരി 31 ഈ ഒരു മാസത്തിൻ്റെ കൂടെ ഒരു അവസാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തുടർച്ചയായ 4ാമത്തെ മാസമാണ് മന്ത്ലി ബേസിലുള്ള ക്ലോസിങ് നെഗറ്റീവ് ആകുന്നത്. അത് 2001 ശേഷമാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ലോങ് സ്ട്രീക്ക് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് മന്ത്ലി ബേസിസിൽ നൽകുന്നത്. അപ്പം സൂചിപ്പിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെയുള്ള ഇപ്പോൾ ഈ വീക്കിൽ തുടർച്ചയായ 4 ദിവസം കയറിയിട്ടുള്ളതിൻ്റെ ഏകദേശം 2.2%, നിഫ്റ്റിയിൽ 500 പോയിന്റോളം നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 23,500 മേളിലാണ് ക്ലോസ് ചെയ്തത്. അതൊരു പോസിറ്റീവുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കുറഞ്ഞ പ്രതീക്ഷയോടെയാണ് വിപണി ബജറ്റിനെ സമീപിക്കുന്ന മറ്റുള്ള വർഷങ്ങളിലേക്കാളേറെ താരതമ്യേന കുറഞ്ഞ പ്രതീക്ഷയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി തന്നെ റീസെൻറ്റ് വീക്കിൽ നോക്കിയാൽ 15% ഒരു തിരുത്തൽ നേരിട്ടിട്ടുണ്ട്. ഒരു കറക്ഷനൊക്കെ മിക്ക ഓഹരികളിലും ഉണ്ടായിട്ടുമുണ്ട്. അപ്പം പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസുകളൊന്നും ബജറ്റിൽ നിന്ന് വരുന്നില്ലെങ്കിൽ പോലും, അതായത് പോസിറ്റീവ് പ്രഖ്യാപനങ്ങൾ എന്നേക്കാളേറെ ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിനെ ബാധിക്കുന്നതിന് വന്നില്ലെങ്കിൽ പോലും മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആകാനുള്ള സാധ്യതയാണ്, ഈ മീൻ റിവേഷനുള്ള സാധ്യത ഹൈ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നെഗറ്റീവ് വാർത്തകൾ ഇല്ലെങ്കിൽ പോലും അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കാം. പ്രത്യേകിച്ചും കഴിഞ്ഞ 4 മാസമായി നെഗറ്റീവ് റിട്ടേൺസ് എടുക്കുന്നു. റീസെൻറ്റ് പീക്കിനായാൽ പോലും 11 to 12% ഒരു കറക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. പിന്നെ നമ്മൾ ബജറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കഴിഞ്ഞ ഒരു 12 വർഷത്തെ ബജറ്റ് ഡേയ്സിൽ നോക്കുമ്പോഴും 75% പ്രാവശ്യവും ബജറ്റിന് മുന്നേ ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ തുറന്നുള്ള 3 മാസക്കാലങ്ങളിൽ ആവറേജ് 7% വരെയുള്ള റിട്ടേൺസ് നൽകിയിട്ടുള്ളത് കാണാം. ഈ ഒരു മാസം മുന്നേ ഒരു നെഗറ്റീവാണ് ഒരു റിട്ടേൺസ് നൽകിയിട്ടുള്ളതെങ്കിൽ ബജറ്റിന് ശേഷമുള്ള ആദ്യ ഒരാഴ്ചയിൽ 2.7 ആണ് ആവറേജ് റിട്ടേൺസ് നൽകിയിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇതിനെല്ലാം പറ്റുന്നൊരു പശ്ചാത്തല ഹിസ്റ്റോറിക്കൽ ട്രെൻഡാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം മന്ത്ലി ക്ലോസിംഗ് നോക്കിയാൽ 23,644 ഏകദേശം, അതായത് 23,650 നിലവാരങ്ങളായിരുന്നു ഡിസംബർ 31 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്ന് 23,500 എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടില്ലെങ്കിൽ പോലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീരെ കുറഞ്ഞ പ്രതീക്ഷയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി ബജറ്റിനെ സമീപിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ഘടകമാണ്. ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിപണിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നൊരു ഘടകമാണ്. പ്രത്യേകിച്ചും ഗ്ലോബൽ സിനാറിയൊക്കെ ഇപ്പോൾ ഇത്രയും ഒരു വേഴ്സനായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് പ്രധാനമായിട്ടും ഒരു ക്യാപെക്സ് മൂലധന ചെലവിടൽ എത്രത്തോളം കഴിഞ്ഞ ബജറ്റിനേക്കാൾ ഉയർത്തും എന്നുള്ളത് നോക്കും. പിന്നെ ടാക്സ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ലെവലിൽ എന്തെങ്കിലും കുറവുണ്ടോ, കോർപ്പറേറ്റ് ടാക്സിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സ്ട്രക്ചറിന് എന്തെങ്കിലും റാഷണലൈസേഷൻ വരുന്നുള്ള മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് എടുക്കും. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പോസിറ്റീവ് സമീപനം വന്നില്ലെങ്കിൽ പോലും ഒരു നെഗറ്റീവ് കാര്യമായിട്ട് മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് തീരുമാനങ്ങളില്ലെങ്കിൽ പോലും മാർക്കറ്റ് ഒന്ന് തിരിച്ചൊരു റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ശനിയാഴ്ച ആയിരുന്നു ഒരു സ്പെഷ്യൽ സെക്ഷൻ. അത് നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു നേട്ടമാകുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അത് ബജറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ബജറ്റ് ഡേയിൽ, അതായത് രാജ്യത്തിൻ്റെ ഭാഗതയോ നിർണ്ണയിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള റോഡ് മാപ്പാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു ബജറ്റ് പ്രഖ്യാപന വേളയിൽ ഒരു നിക്ഷേപകർക്കായാലും ട്രേഡർമാർക്കായാലും മാർക്കറ്റിൽ ഇടപെടേണ്ട ഒരു അവസരം കിട്ടുന്ന വളരെ പോസിറ്റീവ് ഘടകമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഏതൊരു കാര്യം വരുമ്പോഴും നമ്മൾ എത്രത്തോളം പെട്ടെന്ന് ആ ഒരു, അതായത് വിപണി, അതായത് ഓഹരികളെ അല്ലെങ്കിൽ വിപണിയെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ഒരു അസറ്റ് ക്ലാസ്സിനേക്കാളേറെ നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ബാധിക്കും. അപ്പോൾ ഇവിടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സമ്പദ്ഘടനയുടെ മുന്നോട്ടുള്ള റോഡ് മാപ്പാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോസിറ്റീവ് എടുക്കാനോ, ഇനി നെഗറ്റീവായിട്ട് കാര്യം വരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കൗണ്ടറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു അവസരം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ആ രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. പിന്നെ മാർക്കറ്റിനെ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു, ഇപ്പോൾ കഴിഞ്ഞ 18 വർഷങ്ങളിലെ ബജറ്റ് സെഷൻസിലെ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കിയാൽ 12 തവണ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 18
2010 ശേഷമുള്ള 18 ബജറ്റ് സെഷൻസ്, ഇടക്കാല സമ്പൂർണ്ണ ബജറ്റ് എല്ലാം ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ 2010 ശേഷമുള്ള 18 ബജറ്റ് സെഷനിലെ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ 12 തവണ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം 6 തവണ മാത്രമാണ് നെഗറ്റീവിലോട്ട് പോയിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കേണ്ടതാണ്. അതിനേക്കാളേറെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഇവൻ്റ് നടക്കുന്ന സമയത്ത് ഒരു ട്രേഡ് ചെയ്യാനല്ലോ ഇടപെടാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതിന് പോസിറ്റീവായിട്ട് തന്നെ കാണണം. സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് സ്വർണ്ണത്തിലായിരിക്കും. കാരണം വില കുതിച്ചു കയറി പോവുകയാണ്. ജനുവരിയിൽ തന്നെ റെക്കോർഡുകൾ തിരുത്തുന്ന ഒരു പ്രകടനമാണ് സ്വർണ്ണം നടത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ബഡ്ജറ്റിൽ നികുതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഗവൺമെന്റിന്റെ എക്സൈസ് തീരുവ കൂട്ടിയേക്കും എന്നൊരു ചില വാദങ്ങളെല്ലാം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ശരിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. സ്വർണത്തിൻ്റെ വില നമ്മൾ കഴിഞ്ഞ ബജറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ ഉയർന്ന നിലവാരങ്ങളിലാണ്. കഴിഞ്ഞ 2024 ജൂലൈയിൽ നടന്ന ബജറ്റിൽ ഈ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6%, 9% കുറവാണ് വരുത്തിയത്. അത് പ്രധാനമായിട്ടും ഇമ്പോർട്ട് വർദ്ധിപ്പിക്കുക, അതുപോലെ ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ മേക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക, സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് തടയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് സർക്കാർ നടപ്പാക്കിയത്. പക്ഷേ അത് നേരെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ജൂലൈയിൽ ഇത് നടപ്പാക്കി ഓഗസ്റ്റിൽ 101%, 102% ലെവലിലേക്ക് ഇറക്കുമതി വർദ്ധിച്ചു. പിന്നീടുള്ള 1-2 മാസങ്ങളിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറഞ്ഞെങ്കിലും ഈ കഴിഞ്ഞ ഇയർ എൻഡ് വന്ന നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് വീണ്ടും ഇറക്കുമതി കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫലത്തിൽ അത് വ്യാപാര കമ്മി വർദ്ധിക്കാൻ ഒരു കാരണമാണ്. സർക്കാർ ഓൾറെഡി GDP വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതേപോലെ ഇൻഫ്ലേഷൻ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഈ സ്വർണം വലിയ രീതിയിൽ ഈ വ്യാപാര കമ്മിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കാം, അങ്ങനെയാണ് അനുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പ് കേരളത്തിൽ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ജൂലൈ 23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2000 രൂപയാണ് സ്വർണത്തിന് കേരളത്തിൽ വില കുറഞ്ഞത് ഒരു പവന്. പിന്നെയുള്ള ദിവസങ്ങളിലും വില കുറയേണ്ട ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ആ ലെവലിൽ വില വീണ്ടും റീബൗണ്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അന്ന് ആ ഒരു റേറ്റ് കട്ട് വരുത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവാരത്തിലൊന്നുമല്ല സ്വർണ്ണവില കേരളത്തിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പണിക്കൂലി അടക്കം കുറഞ്ഞ പണിക്കൂലി കണക്കാക്കിയാൽ പോലും ഹോൾമാർക്കിംഗ് ചാർജ്, അതേപോലെ GST അടക്കം നമ്മളൊരു 70,000 രൂപയെങ്കിലും ഒരു പവനിപ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ജ്വല്ലറികൾ നടപ്പാക്കുന്ന ചില സ്കീമുകളുണ്ട്. അതാത് ദിവസം ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വില അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് അതിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗോൾഡ് ETF പോലെയുള്ള അല്ലെങ്കിൽ ഗോൾഡിൽ മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സ്വർണ്ണ ബാറുകൾ, കോയിനുകൾ, പക്ഷേ അതിനൊക്കെ ഒരു പണയം വെക്കാനൊക്കെയുള്ള ഒരു കാര്യത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം. സ്വർണ്ണ ആഭരണത്തിനെക്കാട്ടിൽ ആകർഷണീയമാണെങ്കിലും ഈ പറഞ്ഞ പോലെ എമർജൻസി ഫണ്ട് എന്നുള്ള ലെവലിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പം ഈ സ്വർണ്ണ നാണയങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് മാർഗ്ഗങ്ങളും കൂടെ പരിഗണിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം പറയാനുള്ളത്, കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലത്ത് തുടർച്ചയായിട്ട് സ്വർണ്ണവില വർദ്ധിച്ച ഒരു ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ US പ്രസിഡൻ്റായിട്ട് ട്രംപ് അധികാരമേൽക്കുമെന്ന് ഉറപ്പായ ദിവസം സ്വർണ്ണവില ഒന്ന് താഴേക്ക് വന്നു. അത് ഡോളർ ഇൻഡെക്സ് ശക്തിപ്പെടുമെന്നുള്ള ഒരു ഊഹാപോഹം കൊണ്ടാണ്. പക്ഷേ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേപോലെ ലോക രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തോടെ $3000 സ്വർണ്ണം എത്തുമെന്ന പ്രവചനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വില വീണ്ടും മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് സാധാരണഗതിയിൽ ഓരോ ഡിപ്പും അവസരമാക്കി മാറ്റാൻ നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ കോവിഡിന് മുമ്പ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ക്രമാതീതമായിട്ട് ഉയരുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുവന്നിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷം ഈ വളർച്ചാ നിരക്ക് ഒറ്റയടിക്ക് താഴേക്ക് വരുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തില് ആരോഗ്യ സംരക്ഷണ മേഖല അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവര് വൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലകൾ ഉണ്ടാകുമല്ലോ. അപ്പോ ഈ പൊതുജനങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ശിവ ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങളെ സംബന്ധിച്ച് സർക്കാർ കഴിഞ്ഞ കുറേ ബജറ്റുകളായിട്ട് ക്യാപെക്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എപ്പോഴും ഡിഫൻസ്, റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയുള്ള സെക്ടറുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ആരോഗ്യ മേഖല
ഇൻഫ്ലേഷൻ വളരെയധികം ഉയർന്നു നിൽക്കുകയാണ് ആരോഗ്യ മേഖലയിൽ. അതേപോലെ നമ്മുടെ മെഡിക്കൽ രംഗത്തുള്ള ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കൂടുതലായിട്ടും ഇന്ത്യ ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമുക്ക് ആ ഒരു സെക്ടറിലുള്ളത് GST നിരക്കുകൾ വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. 5% മുതൽ 18% വരെ വേരി ചെയ്തിട്ടുള്ള നിരക്കുകളാണ് ആരോഗ്യ മേഖലയിലുള്ളത്. അതൊന്ന് ഏകീകരിക്കണമെന്ന് നീതി ആയോഗിൻ്റെ പോലും റിപ്പോർട്ട് ഒരു തവണ ഉണ്ടായിരുന്നു. ഒരു 12% ഏകീകരിച്ച് കഴിഞ്ഞാൽ, അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ മേഖലയിൽ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മരുന്ന് കമ്പനികൾക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും കിട്ടും. പ്രത്യേകിച്ച് US ഫാർമ കമ്പനികൾ കൂടുതലായിട്ട് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും അവിടെ ട്രംപിൻ്റെ നയങ്ങൾ പ്രവചനാതീതമായതുകൊണ്ടും മെഡിക്കൽ രംഗത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അതേപോലെ സർക്കാർ കൂടുതലായിട്ടുള്ള ആരോഗ്യരക്ഷാ സേവനങ്ങൾ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പ്രത്യേക പദ്ധതികൾ വഴി മുന്നോട്ട് വെച്ചാലും അത് കൂടുതലായിട്ട് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ശമ്പളക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ എന്നും ശ്രദ്ധ നികുതി വ്യവസ്ഥകൾ തന്നെയായിരിക്കും. ഇത്തവണ നികുതിയിൽ വലിയൊരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന് ചില കോണുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു 20% കഴിഞ്ഞാൽ 30% നിലവിൽ ഒരു നികുതി ഉള്ളത്. അതിനാൽ തന്നെ ഒരു 25% നികുതിയുടെ ഒരു സ്ലാബ് ഉണ്ടായേക്കുമെന്ന് ചില കോണുകളിൽ നിന്ന് ചില വാർത്തകൾ, ചില റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ പഴയ നികുതി വ്യവസ്ഥയിൽ 2.5 പുതിയ നികുതി വ്യവസ്ഥയിൽ 3% ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉള്ളത് 3.5% വരെ ആക്കിയേക്കുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് വളരുകയാണ്. അപ്പം ഈ ഇൻകം ടാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലും അവരതിന് പ്രാധാന്യം നൽകുന്നതാണ് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും കാര്യങ്ങളിലുമൊക്കെ. ഇപ്പം 2 ടാക്സ് റെജീമാണുള്ളത്. അതിൽ ഓൾഡ് ടാക്സ് റെജീമിലാണ് 2 ലക്ഷമാണ് ബേസിക്, അതായത് വരുമാന പരിധി അതിൻ്റെ താഴെ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂ സ്കീമിലാണെങ്കിൽ 3 ലക്ഷം വരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പം 2 രീതിയിൽ വേണമെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വേണമെങ്കിൽ വർദ്ധിപ്പിച്ച്, അല്ലെങ്കിൽ ഈ ബേസിക് ടാക്സ് എക്സംഷൻ എന്നുള്ള ലിമിറ്റ് 3 ലക്ഷം എന്നുള്ളത് വർദ്ധിപ്പിച്ച് 7 ലക്ഷം വരെയൊക്കെ ആക്കുമെന്ന് പറയുന്നത് അത്രത്തോളം ഒറ്റയടിക്ക് നടത്തുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം നോക്കുകയാണെങ്കിൽ പോലും ഇപ്പം ഓൾഡ് സ്കീമിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ടാക്സ് സ്ലാബിൻ്റെ ഈ ബേസിക് എക്സംഷൻ്റെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് 2014 അപ്പോൾ അന്ന് 2 ലക്ഷം വെച്ചിരിക്കുന്ന ഒരു തുക ഇൻഫ്ലേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.4 ലാക്സിൻ്റെ ഒരു ഇതേ ഉള്ളൂ, പർച്ചേസിംഗ് പവറേ ഉള്ളൂ അന്നത്തെ 2 ലക്ഷം രൂപയ്ക്ക്. അത്രത്തോളം ഇൻഫ്ലേഷൻ കാരണമുള്ള മൂല്യശോഷണം രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിൽ ബേസിക് അതായത് ടാക്സിൻ്റെ ആദായ നികുതിയുടെ പരിധി വേണം വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് 7 ലക്ഷം വരെ ആക്കുമെന്നുള്ളത് നാളെ പ്രഖ്യാപിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. അത്രത്തോളം ഒറ്റയടിക്ക് ഒരു ജമ്പ് ഉണ്ടാകില്ലെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയോ ടാക്സ് സ്ലാബുകൾ ഇച്ചിരി കൂടെ എന്തെങ്കിലും ക്രമീകരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം 15 ലക്ഷത്തിന് മേളിൽ 30% ടാക്സ് ഉള്ളത്. 15 to 18 ഒരു 25%, 18 അല്ലെങ്കിൽ 20 ലക്ഷത്തിന് മേളിൽ 30% ആക്കുന്ന രീതിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിരിക്കാൻ സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൂടുതലും അപ്പം ഇതിലൂടെ ഈ ഒരു വാദങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രചാരം കിട്ടുന്നത് ഇപ്പോൾ Q2 നമ്മുടെ GDP, ഇന്ത്യയുടെ GDP കഴിഞ്ഞ 7 സാമ്പത്തിക പാദങ്ങൾക്കിടെ അല്ലെങ്കിൽ 4 വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ ഈ ടാക്സ് എക്സംഷൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇളവുകളൊക്കെ കിട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പണം നിൽക്കുകയും അത് ചിലവഴിക്കുക, അങ്ങനെ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച കൂട്ടാമെന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ഇത്തരം വാദങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അപ്പം ആ രീതിയിൽ നോക്കിയാണല്ലോ ഇപ്പം Q2 5.4 നമ്മുടെ GDP പോയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് ഇവിടെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള സ്പെൻഡിങ് ആ ഒരു സമയത്ത് കുറഞ്ഞിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടായിരുന്നു. ക്യാമ്പയിനിലേക്കൊക്കെ ഫോക്കസ് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഒരു വീഴ്ചയുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപെക്സ് വർദ്ധിക്കുക വീണ്ടും പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഷോർട്ട് ഫോൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാലും അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. കാരണം 2047 അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സ് ഇനിയും വർദ്ധിക്കാം. അപ്പം എല്ലാ രീതിയിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന എക്കണോമിക് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ബൂസ്റ്റ് എന്നുള്ള ഘടകമാണ് പറയുന്നത്. ഇൻകം ടാക്സ് എന്തായാലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിലൂടെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ സ്കീം വന്നിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗവൺമെൻറ് ഇത്രയും ഒരു കാലതാമസം എടുത്തത്. കാരണം ഫലത്തിൽ 7 ലക്ഷം വരെ ഉള്ളവർക്ക് ആദായ നികുതി വരുന്നില്ല. ന്യൂ സ്കീമിൽ കമ്പാരബിളി ടാക്സ് റേറ്റ് ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ എന്തായാലും ഇൻകം ടാക്സിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള. അപ്പോൾ ഒന്നുകിൽ ടാക്സ് സ്ലാബിൽ എക്സംഷൻസ് വർദ്ധിപ്പിക്കാം, അതായത്
ആദായ നികുതിയുടെ വരുമാന പരിധി ഉയർത്താം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ടാക്സ് റെജിമിലോട്ട് ഒരു പുതിയ ആദായ നികുതി സമ്പ്രദായത്തിലേക്ക് പഴയുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഹോം ലോണിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇച്ചിരി അട്രാക്റ്റീവ് ആക്കാം. എന്തായാലും കാലാന്തരേണ ഓൾഡ് സ്കീമിനെ സ്ക്രാപ്പ് ചെയ്യുമെന്നുള്ളതിന് ഉറപ്പാണ്. കാര്യം അല്ലെങ്കിൽ രണ്ട് സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകുന്ന കോംപ്ലക്സ് പരിപാടി തന്നെയാണ്. ക്രമേണ മാറ്റാം. ഇനി അപ്പം ആ ഒരു ഓൾഡ് സ്കീമിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയതിലോട്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇളവുകളായിരിക്കാൻ വരുന്നത്. ഫലത്തിൽ ഇത് നമ്മുടെ കയ്യിലോട്ട് നേട്ടമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ആദായ നികുതി കുറയ്ക്കാനുള്ളത്. ആദായ നികുതി കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെയൊക്കെ ഒരു സ്റ്റോക്സ് പെർസ്പെക്റ്റീവ് പറയുന്നത് പോസിറ്റീവാണ്, അല്ലാതെയും പോസിറ്റീവാണ്. പ്രത്യേകിച്ചും ഗ്ലോബൽ ചലഞ്ചസ് അതായത് ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് കൺസപ്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നമ്മുടെ സാമ്പത്തിക വളർച്ച പരിപോഷിപ്പിക്കാൻ പറ്റിയ തീരുമാനങ്ങൾ വരുന്നുള്ള രീതിയിൽ അത് പോസിറ്റീവായിട്ട് ഘടകമാണ്. ഈ പറഞ്ഞ് കേൾക്കുന്ന രീതിയിൽ മാത്രം ഒറ്റയടിക്ക് മാറ്റം ഉണ്ടാകും, അത് ഓൾഡ് സ്കീം സ്ക്രാപ്പ് ചെയ്യുകയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ വെച്ച് നോക്കുമ്പോൾ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരാതികളുണ്ട്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിൻ്റെ പരാതിയും ഫലവും അവർക്കും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അർബൻ വോട്ടേഴ്സൊക്കെ തന്നെയാണ് വിത്ത് റൂളിംഗ് പാർട്ടിയുടെയൊക്കെ ഒരു കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നാളത്തോടുകൂടി തന്നെ അത് അറിയാൻ കഴിയും. സാങ്കേതിക വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണിത്. സാങ്കേതിക വിദ്യ ആണെങ്കിലും AI ആണെങ്കിലും ഡാറ്റാ സെന്ററുകളാണെങ്കിലും ഇന്ത്യയെ കൂണുപോലെ മുളച്ചു പോകുമെന്നാണ് പലരും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് US, ചൈന എന്നിവർക്ക് പിന്നാലെ ഇന്ത്യയും ഒരു വൻ ശക്തിയായി ഈ മേഖലയിൽ പരിണമിക്കുമെന്ന് വിചാരിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു മേഖലയിൽ എങ്ങനത്തെ പ്രഖ്യാപനങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഏത് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ AI ഡാറ്റ ഇപ്പം ഡീപ് സീക്കിന്റെ ഒരു രംഗപ്രവേശനത്തോടെ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം AI എന്ന് പറയുന്നത് ഭാവിയുടെ സാങ്കേതികവിദ്യ തന്നെയാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ആ ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇത്രയും വലിയ ജനസംഖ്യയുണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇന്നും എക്കണോമിക് സർവേയിലായാലും എല്ലാവരും സൂചിപ്പിച്ചേക്കുന്നത് AIയുടെ ഒരു അതിപ്പം നമ്മൾ 2020 സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് ഒരു ലഘൂകരിച്ചെങ്കിലും അതിനനുസരിച്ചുള്ളൊരു അന്ന് ലഘൂകരിച്ചെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ ഇൻകം ടാക്സിന് അത് എക്സാമ്പിൾ പറഞ്ഞ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കും, അത്രയും പണം കോർപ്പറേറ്റുകളായി നിൽക്കണം, അവരത് റീഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ക്യാപെക്സ് കൂടി അതിനനുസരിച്ചുള്ള ഗ്രോത്തിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇതൊക്കെ സഹായിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള സപ്പോർട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് ഒരു ക്യാപെക്സ് വന്നിട്ടില്ല. അത് പലരും കൺസേൺ ആയിട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പല രീതിയിലും. ഇപ്പം സൂചിപ്പിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI വരുന്നതോടുകൂടി തന്നെ AIയുടെ ഒരു ത്രെട്ട് ഉണ്ട്. അതായത് ടെക്നോളജിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തില്ല, അത് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നിപ്പിൽ ഒബ്സൊലീറ്റ് ആയി പോകാം ആ ഒരു കമ്പനി കാര്യങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. നമ്മുടെ യൂത്താണ്, ജനസംഖ്യയുടെ ഭൂരിഭാഗം യൂത്ത് എന്നുള്ളതാണ് നമുക്ക് പോസിറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് വലിയൊരു ഘടകമാണ്. അപ്പോൾ AIയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നിന്ന് ആ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് നിൽക്കണം. അതിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരുമെന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവുള്ള കാര്യം തന്നെയാണ്. ഇപ്പം 10 മാസത്തിനുള്ളിൽ ലാർജ് ലാംഗ്വേജ് മോഡലിൽ ഇന്ത്യൻ പതിപ്പ് തന്നെ പുറത്തിറക്കുന്ന ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സെമി കണ്ടക്ടറിൻ്റെ കാര്യങ്ങളിലായാലും വളരെയധികം പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആസാമിലൊക്കെ വലിയ സെമി കണ്ടക്ടർ ഫാക്ടറികളൊക്കെ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലും എംപ്ലോയ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. ഇപ്പോഴേ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു മത്സരത്തിൽ പിന്തള്ളപ്പെട്ടു പോയാൽ കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല. AI എന്ന് പറയുമ്പോൾ ബേസിക്കലി മെഷീനും ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇതൊരു മെഷീൻ ഉപയോഗിച്ച രീതിയിലുള്ളതല്ല. അപ്പോൾ അത് വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ വികസിത ഭാരതത്തിലോട്ടൊക്കെ പോകുമ്പം ഒരു നോൺ ഫാം സെക്ടറിൽ നിന്ന് ഒരു വർഷം 78 ലക്ഷത്തോളം എങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് 8% ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പറ്റും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുണ്ട്. അപ്പം സാങ്കേതിക മേഖലയിൽ കാര്യമായിട്ടുള്ള നിക്ഷേപം വരണം, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ വരണം. ഇപ്പം മീറ്റിയുടെ നോക്കുവാണെങ്കിലും അശ്വിനി വൈഷ്ണവൊക്കെ ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ്. അദ്ദേഹം വേണ്ട തീരുമാനങ്ങൾ സജഷൻസ് കൊടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് എന്തായാലും ബജറ്റിൽ തന്നെ അറിയാം ഈ ഒരു വിഷയത്തെ എന്തായാലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഉള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രയോജനം കരിച്ചു കഴിഞ്ഞാൽ ഈ തീരുമാനം എത്രയും പെട്ടെന്ന് വരും നടപ്പാക്കുകയും വേണം. കരിച്ചാൽ ഇപ്പോഴത്തെ യൂത്ത് 2040 ആകുമ്പോഴത്തേക്കും മിഡിൽ ഏജിലോട്ട് കിടക്കും. അപ്പോൾ ഈ എഡ്ജ് നഷ്ടപ്പെടും. മാത്രമല്ല
ആ സമയത്തേക്കും ടെക്നോളജി വളർന്ന് എങ്ങനെയൊക്കെ പോകും നമുക്ക് അറിയാൻ കഴിയത്തില്ല. അപ്പം വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പം. അത് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനി ബജറ്റിൽ തന്നെ നമുക്ക് നോക്കിയിരുന്നാലേ കഴിയും. 2047 വികസിത രാജ്യം എന്ന ലക്ഷ്യവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ആയാലും ധനമന്ത്രി ആയാലും ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റിന്റെ പ്രതീക്ഷകളും വാനോളം വർദ്ധിച്ചിരിക്കുകയാണ്. നാളെ നടക്കുന്ന ഓഹരി വിപണിയുടെ പ്രത്യേക സെക്ഷനും നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയാണ്. ഇനി ബഡ്ജറ്റിന് ശേഷം കാണാം.